കേരളത്തിന് പുതിയൊരു കൺവിൻസിംഗ് സ്റ്റാറിനെ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. മറ്റാരുമല്ല, നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ. ഈടെയായിട്ടെ ചിലവന്മാർക്ക് ഓരോ എല്ല് കൂടിയിട്ടുണ്ട്. രാത്രി വൈകി വരെ ഒരു പ്രഡിക്ഷനും ഇല്ല, IMDയുടെ ഒരു പ്രഡിക്ഷനും ഇല്ല. രാത്രിയാണ് പെട്ടെന്ന് അതിതീവ്ര മഴ ഉണ്ടാവുന്നത്. അതിതീവ്ര മഴയുടെ ഏറ്റവും വലിയ സ്വഭാവം അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവാക്യുവേഷന് വേണ്ടി പോലുള്ള സ്ഥലം ഉണ്ടാവില്ല. വളരെ രാത്രി വൈകിട്ടാണ് ഈ മുന്നറിയിപ്പ് മെസ്സേജ് പോകുന്നത്. IMDയുടെ ഇതിൽ പോലും അത് പരിശോധിക്കാനുള്ള സംവിധാനമില്ല. ചില സ്ഥലങ്ങളിൽ സാധാരണ അപ്പം IMDയുടെ പ്രഡിക്ഷൻ പോലും ഉണ്ടായിരുന്നില്ല. IMD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മെറ്റിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഇവരാണ് ഈ മഴ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രഡിക്ഷൻ നടത്തുന്നത്. ഓക്കെ, അതിന്റെ യാതൊരു തരത്തിലുള്ള പ്രഡിക്ഷൻ പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ വാദം. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജൂലൈ 31, 13:30 എന്ന് പറയുമ്പോഴത്തേക്ക് 1:30 2026 റിലീസ് ചെയ്തേക്കുന്ന പ്രസ് റിലീസാണ്. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, കേരളത്തെ പറ്റി, നോർത്ത് സൗത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഹെവി റെയിന് സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത്ര നേരം നീ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തൊരു മണ്ടനാണ് ഞാൻ എന്ന് നീ കരുതുന്നുണ്ടോ? രാത്രിയിൽ 31-ാം തീയതി രാത്രിയിൽ നടക്കാൻ പോകുന്ന വലിയ മഴയെക്കുറിച്ച് 31/7/2026 3 മണിക്ക് തന്നെ കൃത്യമായി ഓറഞ്ച് അലേർട്ടിനെ കുറിച്ചും 1-ാം തീയതിയും 2-ാം തീയതിയുമുള്ള അലേർട്ടിനെ കുറിച്ചും ചിത്രസഹിതം വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് മാത്രമല്ല, മിന്നൽ പ്രളയം, താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മരങ്ങൾ കടപുഴകാനുള്ള സാധ്യത, ഗതാഗത തടസ്സം എന്നു തുടങ്ങി ഈ ഓറഞ്ച് അലേർട്ടുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ വിവരങ്ങളും കൃത്യമായി സ്ഥലം അടക്കം രേഖപ്പെടുത്തി കൃത്യമായി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ജൂലൈ 31 മുതൽ ആഗസ്റ്റ് വരെ കേരളത്തിലും മാഹിയിലും വ്യാപകമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴയോടൊപ്പം ഇടിമിന്നൽ, ശക്തമായ കാറ്റ്. ജൂലൈ 31 മണിക്കൂറിൽ 40 തൊട്ട് 50 കിലോമീറ്റർ വേഗത്തിൽ, ചിലപ്പോൾ 60 കിലോമീറ്റർ വരെ വീശുന്ന കാറ്റിന് സാധ്യത. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഹെവി റെയിൻഫാളിനുള്ള സാധ്യത. ഓഗസ്റ്റ് 1 വ്യാപകമായ മഴ തുടരും, ഇടിമിന്നലിന് സാധ്യതയുണ്ട്. അങ്ങനെ വളരെ വ്യക്തമായി മാപ്പടക്കം ഇതാണ് മാപ്പിനകത്ത് കൊടുത്തേക്കുന്നത്. കേരളം, കർണാടക, തമിഴ്നാട് ആ ഭാഗം മൊത്തം. ഇത് ജൂലൈ 31 ഓറഞ്ച് അലർട്ട്. ഇത് ഓഗസ്റ്റ് 1 മാപ്പാണ്. കേരളം സ്റ്റിൽ ഓറഞ്ചിലാണ് കിടക്കുന്നത്. ഓഗസ്റ്റ് 2 ആയപ്പോഴത്തേക്ക് അത് മഞ്ഞയായിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ അവർ പറഞ്ഞത് കടയിൽ ഇത്ര സംഭവം ഉണ്ടാവുമ്പോൾ ഹാർബറുകളുടെ അനൗൺസ്മെന്റ് ഉണ്ടാവും, മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് കൊടുക്കും. അത് കൊടുത്തിരുന്നുവെങ്കിൽ അത് ഉണ്ടായിരുന്നില്ലല്ലോ. അതിനുള്ള ഇൻഫർമേഷൻ IMDയുടെ നിങ്ങൾ അതിന്റെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ അറിയാം, അതില്ല. ആ കടലിൽ പോയവർക്ക്, കടലിൽ രാത്രിയല്ലോ പോകുന്നത്, അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാനുള്ള വിവരം ഇല്ലായിരുന്നു അതുവരെ. ചോദ്യം മനസ്സിലായാലും പറയാം. മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് മത്സ്യത്തൊഴിലാളികളെ പറ്റിയാണ്. അവർക്ക് മുന്നറിയിപ്പ് എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളതാണ് ചോദിച്ചത്. അതിനുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി തന്നത്. അതിനുള്ള വിവരം IMD തന്നിട്ടില്ലായിരുന്നു, ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. IMD റിപ്പോർട്ടിന്റെ ഒരു ഭാഗം ഞാൻ ക്രോപ്പ് ചെയ്തെടുത്തതാണ്. കൃത്യമായി ഫിഷർമാൻ വാർണിംഗ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായി ചെയ്തിട്ടുണ്ട് കർണാടക, കേരള കോസ്റ്റ്, ലക്ഷദ്വീപ് ഏരിയ ടിൽ ഓഗസ്റ്റ് 2. അതിനകത്ത് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ഫിഷർമാൻ വാർണിംഗ് എന്നും പറഞ്ഞിട്ട്. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അതും പൊളിഞ്ഞു, അത് എന്നെ സംഭവിച്ചത്. എന്നിട്ട് വന്നിരുന്ന് പറയുകയാണ് നമുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന്. ഒന്നെങ്കിൽ പഠിച്ചിട്ട് വന്നിട്ട് പ്രസ് മീറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിലും മിണ്ടാതിരിക്കുക. ഇങ്ങനെ വന്നിട്ട് കേരളത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ജനങ്ങളെ പറ്റിക്കുന്ന പോലെയാണ് ഫീലിംഗ്. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. അത് അപ്പൊ തോന്നിയ ഒരു ബുദ്ധിയല്ല, തെമ്മാടിത്തരം. ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം. കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിന്റെ ഏതാണ്ട് ഒരു 50% എബോ ഇതിന്റെ ന്യായീകരണമായിരുന്നു. അപ്പോഴാണ് അണ്ണന്റെ യഥാർത്ഥ ന്യായീകരണ സ്കില്ല് നമ്മളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകൾ വിറ്റ്നസ് ചെയ്തത്. തമാശ കളിച്ചങ്ങ് സീരിയസ് ആയി.